പ്രിയ കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ മലയാളം ഞാവൽക്കാട് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരെ, പക്ഷികളുടെ സ്വർഗമായ ഞാവൽക്കാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പക്ഷികൾക്ക് ഒരാപത്തും വരാതെ അവർ രക്ഷപ്പെട്ടു അല്ലേ? പേജ് 32 അഭിപ്രായം പറയാമെന്ന പ്രവർത്തനം നോക്കൂ. ഞാവൽക്കാട്ടിനു തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ തീരുമാനം ശരിയായിരുന്നോ? എന്തുകൊണ്ട്? നോക്കൂ, ചെറുപ്പക്കാരായ മൂങ്ങകളുടെ തീരുമാനം ഒട്ടും ശരിയായില്ല. കാരണം ഞാവൽക്കാട്ടിൽ പക്ഷികളെല്ലാം ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത്. ആപത്ത് വന്നപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കാതെ സ്വയം രക്ഷപ്പെടുന്നതിന് പകരം എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കണമായിരുന്നു. എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നാം മറ്റുള്ളവരെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നവരാകുമ്പോഴാണ് നന്മയുള്ളവരാകുന്നത്. കൂട്ടുകാരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കാം. മൃഗങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം കാടിനു നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ പോസ്റ്റർ പതിക്കാൻ തീരുമാനിച്ചു. പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ? ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അനുയോജ്യവും ആകർഷകവുമായ ചിത്രങ്ങൾ വേണം അല്ലേ? കൂടാതെ ചുരുങ്ങിയ വാക്യങ്ങളിൽ ആശയം എഴുതണം. അതുപോലെ ഭംഗിയായ ലേ ഔട്ട് വേണം. പോസ്റ്റർ തയ്യാറാക്കാൻ ആവശ്യമായ ചില ലഘുവാക്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കാട് ഞങ്ങളുടേതാണ്, നിങ്ങളുടേതും. കാട് ഞങ്ങളുടെ വീട്. ഞങ്ങൾ കാടിൻ്റെ മക്കൾ. ഞങ്ങൾ കാടിൻ്റെ രക്ഷകർ. കാടിനെ വെറുതെ വിടുക. ഇതിലേതെങ്കിലും ഒരു വാക്യം എഴുതി നല്ല ചിത്രങ്ങൾ വരച്ചോ ഒട്ടിച്ചോ കൂട്ടുകാർക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ഇനി പേജ് 34 പ്രവർത്തനം നോക്കൂ. എഴുതാം, അഭിനയിക്കാം. ഞാവൽക്കാട്ടിന് മനുഷ്യർ തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജന്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നു. പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടിയ യോഗത്തിൽ ഓരോ ജീവിയും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. എന്തൊക്കെയാവാം അവർ പറഞ്ഞത്? കൂട്ടുകാരെ, അവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് എഴുതി നോക്കാം. മൃഗരാജൻ: പ്രിയരെ, നമ്മുടെ ഞാവൽക്കാടിനെ നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിക്കാനാണ് നാം ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത്. മൂങ്ങ: സിംഹരാജൻ: അത് നാട്ടുമനുഷ്യരാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആന: ഈ മനുഷ്യർ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കടുവ: ഇത് നമ്മുടെ വീടല്ലേ, ഇത് നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഗരുഡൻ: മരങ്ങൾ വെട്ടിയും മൃഗങ്ങളെ വേട്ടയാടിയും മനുഷ്യർ നമ്മെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുയൽ: അതെ അതെ, ഇനി ഈ ദുഷ്ടന്മാരെ കാട്ടിൽ കടക്കാൻ അനുവദിക്കരുത്. സിംഹരാജൻ: ശരിയാണ് മുയൽക്കുട്ട, കാടിനെ രക്ഷിക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം. കുരങ്ങൻ: സിംഹരാജൻ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മനുഷ്യരെ തോൽപ്പിക്കാം. മാൻ: ഈ കാട് നമ്മുടെ ജീവനാണ്, അതുകൊണ്ട് മൃഗരാജ, അങ്ങ് ഞങ്ങൾക്ക് ധൈര്യം തരുകയാണെങ്കിൽ ഞങ്ങൾ മനുഷ്യർക്കെതിരെ പോരാടാം. സിംഹരാജൻ: തീർച്ചയായും, ഇനി ഒരിക്കലും ഒരു മനുഷ്യനും നമ്മുടെ കാട്ടിൽ അതിക്രമിച്ചു കടക്കാതിരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളും സംഭാഷണം തയ്യാറാക്കുമല്ലോ. ഓക്കെ, താങ്ക്